നമസ്കാരം. ആയുർരേഖയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഏറെ പേരിൽ കണ്ടുവരുന്ന ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നങ്ങളാണ് ഇന്ന് ആയുർരേഖയിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം കോഴിക്കോട് പ്രശസ്ത സൈക്കാട്രിസ്റ്റും മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി മനോജ് കുമാറാണ് കൂടെയുള്ളത്. ഡോക്ടർ, ആയുർരേഖയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ബൈപോളാർ ഡിസീസ്? ബൈപോളാർ ഡിസോർഡർ അഥവാ ബൈപോളാർ മൂഡ് ഡിസോർഡർ, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറയും. മുൻപ് മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗങ്ങൾ സിവിയർ അല്ലാത്തതും സിവിയർ ആയിട്ടുള്ളതും ഉണ്ട്. സിവിയർ ആയിട്ടുള്ളത് സ്കിസോഫ്രീനിയ എന്ന് കേട്ട് കാണും. അതേമാതിരത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനസിക രോഗമാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ, ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ബേസിക്കലി വിട്ടുവിട്ട് വരുന്ന ഒരു മാനസിക രോഗമാണ്. അതിന് രണ്ട് തരത്തിലത് വരാം. ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലും മാനിയ എന്നുള്ള അവസ്ഥയിലും മാറി മാറി വരുന്ന ഒരു മാനസിക രോഗമാണ്. മൊത്തം മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും എല്ലാം കണക്കിലെടുത്താൽ പോലും സമൂഹത്തിന് വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു രോഗമാണിത്. ലോകാരോഗ്യ സംഘടനയുടെ WHO കണക്കുകൾ പ്രകാരം ലോകത്തെ മൊത്തം രോഗങ്ങൾ എടുത്താൽ പോലും 6ാമത് ഏറ്റവും സമൂഹത്തിന് നഷ്ടമുണ്ടാക്കുന്ന രോഗമാണ് ഈ ബൈപോളാർ മൂഡ് ഡിസോർഡർ. മൊത്തം എല്ലാ രോഗങ്ങളും, ക്യാൻസർ മുതലായിട്ടുള്ള എല്ലാ രോഗങ്ങളും എടുത്താൽ പോലും സമൂഹത്തിൻ്റെ നഷ്ടങ്ങൾ, അതായത് ലോസ്റ്റ് പ്രൊഡക്ടിവിറ്റി, ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ നഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അതിൽ കൂടെ നോക്കുമ്പോൾ 6ാമത്തെ ഏറ്റവും മോർബിഡിറ്റി ഉണ്ടാക്കുന്ന രോഗമാണ് ഈ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ. നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ധാരാളം പേർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. എന്താണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? നേരത്തെ പറഞ്ഞ മാതിരി മാനിയ അല്ലെങ്കിൽ ഹൈപ്പോമാനിയ എന്നുള്ള ഒരു ഫേസും ഡിപ്രഷൻ എന്നുള്ള ഒരു ഫേസും മാറി മാറി വരാറുണ്ട്. ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് എന്നോട് ഒരിക്കൽ പറയുണ്ടായി, വോൾട്ടേജ് കൂടുന്നതും വോൾട്ടേജ് കുറയുന്നതും മാതിരിയാണെന്ന്, സ്വന്തം അസുഖത്തിനെ പറ്റി പറഞ്ഞത്. മാനിയ എന്നുള്ള അവസ്ഥയിൽ കൂടുതൽ എനർജി ഉണ്ടാകും, കൂടുതൽ ചിന്തകൾ ഉണ്ടാകും, ഉറക്കത്തിൻ്റെ ആവശ്യം കുറയും, കൂടുതൽ സന്തോഷമുണ്ടാകും, ദേഷ്യമുണ്ടാകും, സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യും, റിസ്ക് എടുക്കും, പൈസ കൂടുതൽ ചിലവാക്കും, പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ഇതെല്ലാം അടങ്ങുന്ന വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് മാനിയ. അതിൻ്റെ ചെറിയൊരു രൂപമാണ് ഹൈപ്പോമാനിയ. ഡിപ്രഷൻ നമുക്ക് കൂടുതൽ പരിചിതമാണ്. നമ്മുടെ ശക്തി കുറയുന്ന മാതിരിയും, ഉറക്കം കുറയുന്നു, വിശപ്പ് കുറയുന്നു, നമ്മൾ നിഷ്ക്രിയരാകുന്നു, മനസ്സിൽ വിഷാദം ഉണ്ടാകുന്നു, ആത്മഹത്യാ ചിന്തകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അകാരണമായ ഗിൽട്ട്, കുറ്റബോധം, പ്രതീക്ഷ ഇല്ലാതെയാകുക, ഇത്തരം രോഗലക്ഷണങ്ങളാണ് ഈ ഡിപ്രഷൻ്റെ ഫേസിലുണ്ടാകുന്നത്. എല്ലാ ഡിപ്രഷനുള്ള ആൾക്കാർക്കും മാനിയ വരണമെന്നില്ല. രണ്ടും ഒരേ ആൾക്ക് വരുമ്പോഴാണ് നമ്മളതിനെ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈപോളാർ ഡിസോർഡർ ഒരു ഡിസോർഡർ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ബൈപോളാർ സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും. അതിൽ തന്നെ വ്യത്യാസങ്ങളുള്ള പല രോഗ അവസ്ഥകളുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറാണോ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഏത്? ഹലോ, പറയൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യോളിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓ, നമസ്കാരം. ഡോക്ടർ പറയൂ. എന്റെ പേര് സജിത്ത് എന്നാണ്. 30 വയസ്സായി. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ആന്റി ഡിപ്രസന്റ് കഴിക്കുന്നുണ്ട്. സർക്ക 50 എന്ന് പറഞ്ഞു. ഓഹോ. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ കണ്ടിന്യൂ കഴിക്കാനാണ് പറയുന്നത്. അതെ അതെ, പൊതുവെ അത്തരത്തിലുള്ള ആന്റി ഡിപ്രസന്റ് മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ്, സീരിയസ് സൈഡ് ഇഫക്റ്റ് കുറവാണ്. സർക്ക 50? അതെ, സീരിയസ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ പുള്ളി പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ കുറച്ചുകൂടെ. അത് ഡോക്ടർ പറയുന്ന മാതിരി തുടരുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ പറഞ്ഞ മാതിരി തുടരുന്നതായിരിക്കും നല്ലത്. ഇല്ല, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു പുതിയ സൈഡ് ഇഫക്റ്റും ഇനി ഉണ്ടാവില്ല. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത സൈഡ് ഇഫക്റ്റ് ഒന്നും പുതിയതായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല.
ഇല്ല അല്ലേ, അല്ല കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇല്ല വരുമോ? ഒരിക്കലും ഇല്ല. ഉള്ളതൊക്കെ ഇപ്പൊ തന്നെ 10 വന്നിട്ടുണ്ടാവും. വർഷമായിട്ട് സാധാരണ സ്ഥിരമായിട്ട് ഓരോ വെയിറ്റ് കൂടലാണ് ഒരു പ്രശ്നമായിട്ട് ഉണ്ടാവാറ്. വെയിറ്റ് ഇതുവരെ കൂടുതലാ? അത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇല്ല വെയിറ്റ് കൂടുതലൊന്നുമില്ല. ആ പിന്നെ ധൈര്യമായിട്ട് കഴിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല നിങ്ങളെ പറ്റിയിട്ട്, പക്ഷേ ഇത്രയും പറഞ്ഞതിൽ നിന്നും സേഫായിട്ട് കഴിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഓക്കെ ഡോക്ടർ, താങ്ക്സ്. ആയുർരേഖയിലേക്ക് വിളിച്ചതിന് നന്ദി. മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആരാണ്? എന്റെ പേര് ചന്ദ്രു നായരാണ്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ, പറയൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. എന്റെ പേര് ചന്ദ്രു നായരാണ്. ഹലോ. ഇത് ഇപ്പൊ ഞാൻ ഇതിനെ പറ്റി കണ്ടു നമ്മുടെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ. അപ്പൊ ഈ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഫോർ മൈസെൽഫ് ഓൺലി. ഞാൻ ആക്ച്വലി പുറകാലം ഒരു 10-24 കൊല്ലം വിദേശത്തായിരുന്നു. വിദേശത്ത് 2-3 കൊല്ലമായിട്ട് ഇവിടെ വന്ന് വൈൻഡപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഞാൻ കുടുംബം ജീവിക്കുകയാണ്. അപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പെട്ടെന്ന്. കാരണം ഇവരെന്തെങ്കിലും വൈഫ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഉടനെ ഞാൻ കൂൾ ഡൗൺ ആവും ചെയ്യും. അപ്പോ ഇതിപ്പോ എന്താ സംഗതി എന്നാണ് ഞാനിപ്പോ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഈവൻ സംടൈംസ് ഐ ആം റിപ്പൻഡിങ് അപ്പോൺ മകനായാലും ശരി ആരായാലും പെട്ടെന്നുള്ള എനിക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരികയാണ്. എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ടേസ്റ്റ് അല്ലാത്ത എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഗതി പറയുമ്പോ ഉണ്ടല്ലോ, അപ്പൊ ഉടനെ ഞാൻ റിയാക്ട് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ അതെ, അതല്ലാതെ വേറെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അല്ലാതെ വേറെ പ്രശ്നമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. ഞാൻ സർവീസിലായിരുന്നു, ആർമി സർവീസിലായിരുന്നു. അപ്പൊ മിനിമം ഞാൻ 18 ഇയേഴ്സിലെ പ്രിമിറ്റർ റിട്ടയർമെന്റ് ചെയ്തിട്ട് ഞാൻ വിദേശത്ത് പോയിട്ട് 10-20 കൊല്ലം വിദേശത്തായിരുന്നു. അതെ, അപ്പൊ ഇത് ജീവിതത്തിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നയിച്ചിട്ടുള്ളത് അല്ലേ? അതെ. ഇതിനെ നമ്മളൊരു രോഗമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബൈപോളാർ ഡിസോർഡർ അതിൽ വരാൻ സാധ്യതയില്ല. ഇത് നമുക്ക് തന്നെ മാറ്റണം എന്നുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചെറിയ പാകപ്പിഴകളാണ്. ഇതിന് ആങ്കർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലുള്ള സൈക്കോളജിക്കൽ ഹെൽപ്പാണ് ഉള്ളത്. അപ്പോ നിങ്ങൾ എവിടെയാണോ അവിടത്തെ ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ സമീപിച്ചിട്ട് ഈ ആങ്കർ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് വളരെ ചെറുപ്പമല്ലാത്ത ആൾക്കാർക്ക്, ജീവിതത്തിൽ അനുഭവ സമ്പത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കത് പറ്റും. എനിക്ക് പെട്ടെന്ന് ലൂസ് ടെമ്പറാന്ന് വെച്ചാൽ അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് പോസിറ്റീവായിട്ടുള്ള, കാരണം ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ചിലപ്പോ അവരോട് സംസാരിക്കുന്നുണ്ടാവുക. അതേ സമയത്ത് അവര് നെഗറ്റീവ് സെൻസ് ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ ആദ്യം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇവരോടെല്ലാം പറയാറുണ്ട്. അപ്പോ അക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ യു അക്സെപ്റ്റ് മീ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി കുറിച്ചിട്ടുണ്ടല്ലോ ഡിസ്കസ് ചെയ്യാൻ. കാരണം എനിക്ക് പെട്ടെന്നുള്ള ഈ ടെമ്പർമെന്റ് കാരണം കൊണ്ട് ഞാൻ ആദ്യം ഇവരെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യണ്ടായിരുന്നു. സ്റ്റിൽ അവരുണ്ടല്ലോ അത് മറന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോ ചിലപ്പോ എനിക്ക് ടേസ്റ്റ് ഇല്ലാത്ത എന്തെങ്കിലും സംഗതികളുണ്ടല്ലോ. നമുക്ക് മാറ്റം മറ്റുള്ളവരിൽ നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാറ്റം നമ്മൾക്കുള്ളിൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഇത് ഓവർകം ചെയ്യണം എന്നുള്ളത് ഇതിനുള്ള ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യം. ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയും അതിന്. അത് ശരി. ഓക്കെ. ഞാൻ ഇത് ജസ്റ്റ് ഇപ്പൊ കണ്ടപ്പോ ഞാൻ ഒന്ന് ഡോക്ടർക്ക് എന്തെങ്കിലും എന്റെ വാല്യുബിൾ അഡ്വൈസ് എന്തെങ്കിലും തരാൻ. ഇങ്ങനെ ഒരു ഒറ്റ വാക്കിൽ അങ്ങനത്തെ അഡ്വൈസ് നമുക്ക് തരാൻ പറ്റില്ല. വേണ്ടത് കുറച്ച് സെഷൻസ് വേണ്ടി വരും. സൈക്കോളജിസ്റ്റിനെ തുടർച്ചയായിട്ട് കണ്ടിട്ടുള്ള സഹായമാണ് ആവശ്യം. ശരി, ആയുർരേഖയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇത് വരാനുള്ള സാഹചര്യം എന്താണ്? ഇത് മറ്റ് രോഗങ്ങൾ മാതിരി തന്നെയാണ്. മാനസിക രോഗങ്ങൾ എന്ന് വെച്ചാൽ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. മറ്റ് നമ്മുടെ ശരീരത്തിലെ ഏത് രോഗവും മാതിരി തന്നെ ഉള്ള ഒരു രോഗമാണ് മാനസിക രോഗം. തലച്ചോറിലാണ്, ബ്രെയിനിലാണ് അതിന്റെ ഉത്ഭവം എന്ന് മാത്രം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഒരു 70% ആൾക്കാർക്ക് ഈ ബൈപോളാർ സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള 70% ആൾക്കാർക്കും ജനറ്റിക് ആയിട്ടുള്ള ഹെറിറ്റബിലിറ്റി, ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. 70%ഓളം കാരണങ്ങൾ ജനിതകമാണ്, ഹെറിറ്റബിലിറ്റിയാണ്. ബാക്കി നമുക്ക് ചുറ്റും നമ്മൾ വളരുന്ന സാഹചര്യം, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്,
ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ചുരുക്കത്തിൽ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഈ ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കും ഇത് വരാനുള്ള സാധ്യത കൂടും. ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അതായത് മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അച്ഛനമ്മ, ഇവർക്കൊക്കെ ഒരു രോഗിയുടെ 10 ഇരട്ടി അത്തരം കുടുംബത്തിൽ ഇതില്ലാത്ത ആൾക്കാരെക്കാട്ടും 10 ഇരട്ടി സാധ്യതയാണ് നമ്മുടെ കുടുംബത്തിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖം വരാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ കുടുംബത്തിൽ ഇതുണ്ടെങ്കിൽ വരും തലമുറകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് സൂക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അസുഖം ഉണ്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ മാനിയ എന്നുള്ള അവസ്ഥ എടുത്താൽ രോഗമുള്ള ആൾക്ക് പലപ്പോഴും ആ തിരിച്ചറിവ് ഉണ്ടായി എന്ന് വരില്ല. കാരണം പലപ്പോഴും അതൊരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. മനസ്സിൽ സന്തോഷം, വളരെയധികം എനർജി, ചിന്താശക്തി വ്യാപിക്കുന്നു. അപ്പോൾ പലർക്കും അതൊരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ മാനിക് അവസ്ഥ വരുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെയാണ് ഈ വ്യത്യാസം മനസ്സിലാവുക. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് രോഗമില്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് തയ്യാറാവില്ലല്ലോ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞാലും ചികിത്സയ്ക്ക് ആൾക്കാർ തയ്യാറായില്ല എന്ന് വരും. അത് മാനിയ. ഡിപ്രഷൻ കൂടുതൽ നമുക്ക് അനുഭവിക്കുന്ന ആൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാവും. കാരണം മനസ്സിൻ്റെ വേദന, എന്തോ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ, ഒരു മ്ലാനത, സന്തോഷം അനുഭവിക്കാൻ പറ്റായിക, എല്ലാം നെഗറ്റീവായിട്ട് ഒരു കറുത്ത കണ്ണാടിയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്ന മാതിരി, എല്ലാം ഒരു ഇരുട്ട് വ്യാപിച്ച മാതിരി, അത്തരം തോന്നൽ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിരിക്കും. പുറമേ നിന്ന് നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ ഇതൊക്കെയാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇത് വേറെ ഒന്നുമല്ല, ഈ രോഗമാണ്. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ഉള്ള ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞ് ഉടനെ ചികിത്സയ്ക്ക് തയ്യാറാവുകയാണ് ഏറ്റവും നല്ലത്. ഏർലി വാർണിംഗ് സൈൻസ് എന്ന് പറയും. ആദ്യം ആയിട്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവിക്കൽ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്റെ മകനെ വിളിക്കുന്നതേ. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ആഹാ, പറയോ. 42 വയസ്സ്. ആ, ഈ ബൈപ്പോളാർ ഡിസോർഡർ ആണോ? ഹലോ, വ്യക്തമാകുന്നില്ല. ഹലോ, പറയോ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. 42 വയസ്സുണ്ട്. ആഹാ, പറഞ്ഞോളൂ. ഇവൻ മരുന്ന് കഴിക്കില്ല, അതാണ് അസുഖം. എത്ര വർഷമായിട്ടുള്ള അസുഖമാണ്? എത്ര വർഷം ആയിട്ടുള്ള അസുഖമാണ്? ഇതിപ്പോ 2 വർഷമായിട്ടുള്ള അസുഖ. ആഹാ, ഡോക്ടർമാർ എന്താ ഡയഗ്നോസിസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? ഡയഗ്നോസിസ് എന്താണെന്നാ പറഞ്ഞത്? ബൈപ്പോളർ ആണല്ലേ? ആ, അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഈ രോഗമുള്ളവർക്ക് പലപ്പോഴും രോഗമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കും. അതൊരു വലിയൊരു പ്രശ്നമാണ്. പറഞ്ഞു കഴിപ്പിക്കാൻ പറ്റുന്നില്ലേ? നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റുന്നില്ലേ എന്നാ ചോദിച്ചത്. മരുന്ന് കഴിക്കില്ല, അതാണ് അവനുള്ള അസുഖം. ആ, 1 വർഷമായിട്ട് ഡോക്ടറെ ചികിത്സിച്ചു, പിന്നെ മൂലമറ്റത്തിൽ ചികിത്സിച്ചു. അതെ, കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി. ചിലപ്പോൾ വയലന്റ് ആവാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ബുദ്ധി. അതെ അല്ലേ? അപ്പോ നമുക്ക് കൊടുക്കാവുന്ന ഇഞ്ചക്ഷനുകളുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി ഇഞ്ചക്ഷൻ. മരുന്ന് കഴിക്കാത്തവർക്ക് പലപ്പോഴും ഡോക്ടർമാര് ഇങ്ങനെ ദീർഘകാല ഇഞ്ചക്ഷനുകൾ, ലോങ് ആക്ടിങ് ഇഞ്ചക്ഷനുകളുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അത്തരം ഇഞ്ചക്ഷനുകളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കാലഘട്ടം എവിടെയെങ്കിലും അഡ്മിറ്റായി ചികിത്സ എടുത്ത് പിന്നെ പുറത്തു വന്ന് വീണ്ടും അത് തുടരുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. ശരി, ആയുർരേഖയിലേക്ക് വിളിച്ചത് നന്ദി. ഡോക്ടർ, മെഡിസിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആന്റി ഡിപ്രസൻസിന്റെ കാര്യം. പക്ഷെ മറ്റ് മരുന്നുകൾ അതിൽ നിന്നും വിഭിന്നമാണ്. 3 തരം മരുന്നുകളാണ് ഇതിൽ മുഖ്യമായിട്ട് ഉപയോഗിക്കാറ്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞല്ലോ, മാനിക് എപ്പിസോഡ്സും ഡിപ്രസീവ് എപ്പിസോഡ്സും മാറി മാറി വരുന്നുവെന്ന്. ഇത് തടയാനുള്ള മരുന്നുകളുണ്ട്. മുൻപേ അപസ്മാരത്തിന്, എപ്പിലെപ്സിക്ക് ഉപയോഗിച്ചിരുന്ന ആന്റി കൺവൾസന്റ് എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളും ലിത്തിയം കാർബണേറ്റ് എന്നുള്ള ഒരു മരുന്നുമാണ് ഈ തടയാനായിട്ട് പ്രൊഫൈലാക്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതിനെല്ലാത്തിനും സൈഡ് ഇഫക്ട്സ് ഉണ്ട്. പക്ഷേ
നല്ലൊരു ഡോക്ടർ ആ സൈഡ് ഇഫക്ട്സ് കണക്കിലെടുത്ത് ആ സൈഡ് ഇഫക്ട്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡോസുകൾ കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ചെറിയ സൈഡ് ഇഫക്ട്സ് ഒഴിവാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ചിലർക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഈ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. അത് ഈ മാനിയൊക്കെ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ആ അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനാണ്. നേരത്തെ പറഞ്ഞത് വീണ്ടും വീണ്ടും വരുന്നത് തടയാൻ. അസുഖം ഉള്ളപ്പോൾ തീവ്രത കുറയ്ക്കാനാണ് ഈ ആൻറ്റിസൈക്കോട്ടിക്സും ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകളും. അതിൽ ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകൾക്ക് വീണ്ടും ചില സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു ഡോക്ടർ ആ സൈഡ് ഇഫക്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വരുമെന്ന് മുൻകൂട്ടി കണ്ട് ഡോസുകൾ അതിനനുസരിച്ച് താഴ്ത്തി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ തന്നെ 10,000-3,000-ഓളം രോഗികളെ, പാവപ്പെട്ട രോഗികളെ കാണുന്നുണ്ട്. അതിൽ അധികം പേർക്കും ഈ ബൈപ്പോളർ ഡിസോർഡർ ആണ്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാരെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മരുന്നുകളെ കൊണ്ട്. മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് ഒരു പ്രശ്നം തന്നെയാണ്, അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ് നേരത്തെ കോളർ പറഞ്ഞ മാതിരി ഈ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കൽ ആണ് ഒരു വലിയൊരു പ്രശ്നം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആയുർവേദിയിലേക്ക് സ്വാഗതം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പാലക്കാട് നിന്നാണ്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സാർ. പറയൂ. പാലക്കാട് എന്റെ വൈഫിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. 60 വയസ്സായി. സുശീല പേര്. കുറച്ച് 5-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, അത് കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാല് വൺസ് ഇൻ എ ഇയർ ഉറക്കം കമ്മിയായി പോകും. സിംറ്റം അങ്ങനെ വെച്ചാൽ ഉറക്കം കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഉറക്കം കുറയുമ്പോൾ ഈ രാത്രിയൊക്കെ എണീറ്റിട്ട് ഈ എന്തെങ്കിലും ശ്ലോകങ്ങളൊക്കെ ചെല്ലും. അങ്ങനെയാണ് തുടക്കം നമുക്ക് വരിക. പിന്നെ അത് കഴിയുമ്പോ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി കുറച്ച് രൂക്ഷമാവും. പിന്നെ കുറച്ച് വയലന്റ് ആയിട്ട് അങ്ങനെ തല്ലി അടിക്കുന്നല്ല, ഒച്ചക്ക് സംസാരിക്കുക, ഒച്ചക്ക് നിലവിളിക്കും, വെറുതെ ഉണ്ടാക്കും. അപ്പൊ വേറെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാലും സംസാരിക്കുന്നത് ഒരു പരസ്പര ബന്ധമില്ലാതെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് ഇരിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിലാണ് ഇപ്പോ. അപ്പൊ അത് കഴിക്കുന്ന മരുന്നുകള് ഒന്ന് ഈ കുട്ടാൻ ആണ്, കുട്ടാൻ ടാബ്ലറ്റ്, പിന്നെ ലൈക്കാഡ് എക്സൽ നേരത്തെ പറഞ്ഞ ലിത്യം. പിന്നെ ഇത് രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ തൃശ്ശൂർ ഡോക്ടറാണ് നോക്കിയിരിക്കും, പ്രവീൺ ഡോക്ടർ പറയും. എന്താ ഈ ബൈപ്പോളാർ ഡിസീസ് കേട്ടപ്പോ നെറ്റിലൊക്കെ നോക്കിയപ്പോ ഇതിന് സാമ്യമുണ്ടോ തോന്നിയുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. അപ്പോ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോ പിന്നെ നോർമലായി സംസാരിക്കും. ഒരു ദിവസം 2 ദിവസം മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോ പിന്നെ കുറച്ച് കഴിയുമ്പോ അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകും. അങ്ങനെയാണ്. ഇവർക്ക് ഭാര്യയ്ക്ക് ഓർമ്മയൊന്നും ഉണ്ടായില്ല, എന്താ പറയുന്നത് അറിയില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ മരുന്ന് ഡോക്ടർ അവസാനത്തെ അഭിപ്രായ പ്രകാരം ഡോസ് കുറച്ച് വന്നു. ഇത് ഏറ്റവും രൂക്ഷമാകുന്ന സമയത്ത് 300 കൊടുക്കും കിട്ടാൻ. കൂടെ വേറെ ചില സാധനങ്ങളൊക്കെ കൊടുക്കാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. ലിക്കാർ സ്ഥിരമായി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ കിട്ടാൻ ഡോസേജ് കമ്മിയാക്കി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 100 mg കഴിക്കുന്നത്. വെരി ഗുഡ്. അത് കറക്റ്റ് ആയിട്ടുള്ള അത് ബൈപ്പോളർ ഡിസോർഡർ തന്നെ ആകാനാണ് സാധ്യത. ആ ചികിത്സാ രീതിയും കറക്റ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി അതിലൊരു മരുന്ന് ലിത്യം. കോള് കട്ടായെന്ന് തോന്നുന്നു, തുടരാം. ലിത്യം അത് തടയാനുള്ളതും അസുഖം വരുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഈ ബൈപ്പോളർ ഡിസോർഡറിലും മാനിക് ഫേസ് ആണ് പറഞ്ഞത്, വർഷത്തിലൊരിക്കൽ വരുന്നു എന്നുള്ളത്. അത് വരുമ്പോൾ ഈ ആന്റിസൈക്കോട്ടിക് ക്വറ്റാപ്പിൻ കൂട്ടുന്നു, ആ എപ്പിസോഡ് അമരുന്നു, പിന്നെ വീണ്ടും വരാതിരിക്കാൻ മരുന്ന് തുടരുന്നു. അത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ചികിത്സാ രീതി. മെഡിസിൻ അല്ലാതെ മെഡിക്കേഷൻ എത്രത്തോളം യൂസ്ഫുൾ ആണ്? മറ്റ് ഈ പറഞ്ഞ മരുന്നുകളല്ലാതെ മെഡിക്കേഷൻ, യോഗ, അങ്ങനെ ശരി. അതിന് ഇപ്പൊ ചികിത്സയിൽ വലിയൊരു റോളില്ല. അതായത് ഇപ്പോൾ അസുഖാവസ്ഥ മാറ്റാനായിട്ട് മരുന്ന് തന്നെ വേണം. പക്ഷെ ഈ വീണ്ടും വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ജീവിതത്തിലെ സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതിനൊക്കെ ഉള്ള ഒരു ഹെൽത്തി ലിവിങ്ങിന്റെ ഭാഗമായിട്ട് കൗൺസിലിങ്ങും യോഗയും മെഡിറ്റേഷനും എക്സർസൈസ് വളരെ പ്രധാനമാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഷോക്ക് ട്രീറ്റ്മെന്റ് അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? വളരെ അൺഫോർച്ചുനേറ്റ്ലി കോൺട്രവേഴ്സ്യൽ ആയിപ്പോയ ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഇപ്പോഴത്തെ കാലത്ത് വളരെ
കുറച്ച് രോഗികൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് ഈ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. സാധാരണ വളരെ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ വരുമ്പോൾ മരുന്ന് ചിലപ്പോൾ ഈ അസുഖം കാരണം തീരെ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ചിലപ്പോൾ മരിച്ചു പോകാനും കൂടെ സാധ്യതയുള്ള അവസ്ഥകൾ വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഈ ഷോക്ക് തെറാപ്പി വളരെ ഇഫക്റ്റീവാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ പേര് മോഹൻ എന്നാണ്. വയസ്സ് 60 കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുന്നു. എനിക്ക് വെറുതെ എപ്പോഴും ഒരു എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒരു ഉറപ്പ് കിട്ടുന്നത്, ഒരു ഭയം, വെറുതെ മനസ്സിന് എപ്പോഴും ഒരു ഭയം. ഒന്നിലൊരു ഉറപ്പ്, ഒരു TV കാണണമെങ്കിൽ അത് കാണണം തോന്നില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ യാത്ര പോകാൻ തോന്നുന്നു, യാത്ര പോയി അവിടുന്ന് തിരിച്ചു വരാൻ തോന്നുന്നു. അങ്ങനെ ഒരു മനസ്സിനിട്ടുള്ള ഒരു. എത്ര കാലമായിട്ടുണ്ടത്? ഇതിപ്പോ ഒരു 2 ആഴ്ചയായി തുടങ്ങി. മുൻപ് ഉണ്ടായിട്ടുണ്ടോ? മുൻപ് കുറെ കാലത്ത് 2-3 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഈ സ്ട്രെസ്സിനിൽ നിന്നുള്ള ഗുളിക കഴിച്ചിരുന്നു. ഏതാണ്? സ്ട്രെസ്സിനിൽ. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള മാനസിക രോഗങ്ങളുണ്ടോ? ആർക്കുമില്ല അല്ലേ? ശരി. മിക്കവാറും ഇത് ഇപ്പൊ ഒരു നിങ്ങൾ 2 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു ഡയഗ്നോസിസിൽ എത്തുന്നത് ശരിയല്ല. എന്നാലും ഇതൊരു നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഈ ഡിപ്രഷന്റെ ഒരു അവസ്ഥയാണത്. അത് ഇപ്പൊ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അത് സ്വയം മാറുന്നില്ല എങ്കിൽ ഈ ആന്റി ഡിപ്രസന്റ് വിഭാഗത്തിൽ പെട്ട വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. അത് കുറച്ച് കാലം കഴിച്ചാൽ, കുറച്ച് മാസങ്ങൾ കഴിച്ചാൽ നല്ല നിങ്ങൾ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഒരു ചെറിയൊരു ഡിപ്രഷൻ ആകാനാണ് സാധ്യത നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. നല്ല ചികിത്സയുള്ള ഒരു കണ്ടീഷനാണ്. ശരി, ആയുർരേഖയിലേക്ക് വിളിച്ചതിന് നന്ദി. ഷോക്ക് തെറാപ്പി അല്ലാതെ വേറെ ഏതെല്ലാം തെറാപ്പികളുണ്ട്? ആ രീതിയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ആ ഫിസിക്കൽ ട്രീറ്റ്മെന്റ്സിൽ ഷോക്ക് തെറാപ്പിയും ഈ മരുന്നുകൾ, പിന്നെ നേരത്തെ ഞാൻ ഒരു കോളറോട് പറഞ്ഞ മാതിരി ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ മരുന്ന് അല്ലെങ്കിൽ ചികിത്സാ വിഭാഗത്തിലുള്ളത്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് ഒക്കെ വീണ്ടും അസുഖം വരാതിരിക്കാനും നമ്മൾ പൊതുവെ ജീവിതത്തിൽ കോപ്പിംഗ് നന്നാക്കാനും ഈ രോഗത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സൈക്കോ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും. അതിനൊക്കെയാണ് മറ്റ് ചികിത്സാ രീതികൾക്ക് റോളുള്ളത്. പക്ഷെ ഇതിന്റെ പ്രത്യേകിച്ച് സിവിയർ ആയിട്ട് വരുന്ന ഈ രോഗാവസ്ഥയ്ക്ക് മരുന്ന് തന്നെയാണ് ആവശ്യം. ആയുർരേഖയുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി. താങ്ക് യു.